പതിവായിട്ടായി ഒരു ഹലോ. ഹലോ, എന്താ സുഖല്ലേ? എന്ത് സുഖടു. അനക്കിപ്പോ നല്ല കൊയ്ത്തല്ലേ? എന്ത് കൊറ്റം കൈ. ഏയ് പഴയ മരുന്നല്ല, ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ബോധം വെച്ചു തുടങ്ങി. ശരിയാണ്, പഴയ പേടിയൊന്നും ഇപ്പൊ ആൾക്കാർക്കില്ല. മാക്സിമം പെയിഞ്ഞിട്ട് കിട്ടുന്നത് നോക്കാന്നല്ലാതെ. ഇതിപ്പോ ഈ നമ്മളടുത്ത് വരുന്ന കേസ് എന്ന് പറഞ്ഞാല് ഈ അസൂയ, കുശുമ്പ്, വൈരാഗ്യം ഇങ്ങനെയൊക്കെയുള്ള ഓരോ കേസ് കേട്ടല്ലേ ഉള്ളൂ ഇപ്പൊ. പിന്നിപ്പം ഈ കുരിപ്പ്, ഈ മൊബൈൽ വന്നതിന്റെ ശേഷം ആൾക്കാർക്ക് അതിനൊന്നും നേരമില്ലാന്ന്. അതേപോലെ തന്നെ സൗഹൃദങ്ങളില്ലാത്ത വീട്ടുകാര്, പിന്നെ പ്രശ്നങ്ങൾ തീർക്കാൻ ആളില്ലാത്തോല്, ഇവരൊക്കെയല്ലേ നമ്മളടുത്തേക്ക് വരാനുള്ളത്. അതൊക്കെ കുറച്ച് കൂത്ത പൈസക്കാരൊക്കെ വരാനില്ലേ? അതൊക്കെ പണ്ട് വിവരമില്ലാത്ത പണക്കാര്. ഇപ്പൊ അങ്ങനൊന്നല്ല, ഇപ്പൊ പൈസക്കാർക്കും വിദ്യാഭ്യാസക്കായില്ലേ. ഞാൻ അന്നത്തെ കാലത്ത് കുറച്ച് പൈസക്കാരെ പറ്റിച്ചോണ്ടേ ഒരു കാർ അങ്ങോട്ട് വാങ്ങിട്ടു. ആരും ഞാനേ ഇന്നെ വിളിക്കാന്നാല്. ഓക്കെ ഓക്കെ, ഇടക്കേ ആൾക്കാർ ഇങ്ങോട്ടൊക്കെ ഓടിട്ടോ. ആള് വരുന്നിട്ടോ. ഈ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ എവിടെയെങ്കിലും കുത്തി ചെയ്തോ. എന്താ പേര്? പേര് ദാസൻ. എന്താ നാള്? ബുധനാഴ്ച. നക്ഷത്രം രേവതി. ഓം ഓം കളി കളി. മനസ്സിനൊരു സുഖല്ല അല്ലേ? എന്താ നിങ്ങക്ക് പറ്റിയേ? എനിക്കല്ല, നിങ്ങക്ക്. ഇല്ല, സുഖമില്ല. ഒരു എതക്കേട്. അതെ, വീട്ടിലിരുന്നാൽ ഒരു എരിപുരി സഞ്ചാരം അല്ലേ? അത് മുളക് കയറിട്ടേക്കാരോ ഉണ്ടല്ലേ. ഇടത് മാറി വലത്, ഇടത്തെ വയറിന്റെ നെഞ്ഞത്ത് കൂടെ ഒരു വേദനല്ലേ? ശരിയല്ലേ? ആ നയിക്കണ പൈസ ഒന്നും കൈ കാണില്ല അല്ലേ? കുടുംബത്തൊരു ഐശ്വര്യം ഐക്യതൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ വീട് വീടിന്റെ പണി കുറെയൊക്കെ ആയിണ്. ടൈൽസിന്റെ പണികൾ തീരുന്നില്ല. എനിക്കൊന്ന് കര കയറണം, ആകെ പ്രശ്ന. നോക്കാം. വീടിന്റെ 100 അടി ചുറ്റളവില് കാര്യമായിട്ടൊരു ശത്രു ഉണ്ടല്ലോ നിങ്ങക്ക്. വീടിന്റെ പല ഭാഗത്തും നടക്കുന്ന വൈമിലൊക്കെ പലതും കുഴിച്ചിട്ടിട്ടുണ്ടല്ലോ. പലതും കുഴിച്ചിട്ടിട്ടുണ്ട്. 101 പ്രാവശ്യങ്ങളിൽ കൂടെ മറികടന്നാല് പലതും നിങ്ങൾക്ക് സംഭവിക്കും. മരണം വരെ സംഭവിക്കാൻ സാധിക്കും. അങ്ങനെയാണ് നിങ്ങൾ ഇനി പുറത്തു തന്നെ ഇറങ്ങണ്ട. പിന്നെ പണിക്കയ്യോ? ഞാൻ പോവില്ല. കടുക്കട്ടി പ്രയോഗമാണ് നിങ്ങൾക്ക് ചെയ്തത്. അത്രയ്ക്ക് ശക്തിയുള്ളൊരു മന്ത്രവാദി ഓന്റെ കൂടെ ഉള്ളത്. പരിഹാരണ്ട്. പലഹാരം ഉണ്ടല്ലോ. ഭദ്രകൊടികൃത്യ സേവ സ്വീകരിക്കാം. 101 മുട്ട. ഇപ്പൊ അതിന്റെ ഭാരം കൂടിയേ ഉള്ളൂ. പരിഹാരണ്ട്. നിങ്ങൾ പരിഹാരം കണ്ടു മതി. എന്റെ ഭാര്യ ഇവിടെ ഇടക്കിടക്ക് വരലുണ്ട്. നിങ്ങളെ വർത്താനം കേട്ടാണ്ട് ഒരു പൂജ അയച്ചിട്ട് 25,000 റുപ്യ എനിക്കാണ് പോയത്. നിങ്ങൾ ഒരു പരിഹാരം കാണണ്ട. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഞങ്ങളെ ശത്രു പോണേ ഒരു മന്ത്രവാദി ഉണ്ട്. അത് ആരാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞാളി. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം. അതന്നെ, അത് പറഞ്ഞേരി. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം. ഞങ്ങൾ ആളെങ്ങനെ തെളിച്ചൊന്നും പറയില്ല. ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് അതൊന്നും അറിയണ്ട. വത്സനല്ല, ദാസൻ. ഓൻ ചെയ്യണൊക്കെ ഞമ്മക്ക് ഏൽക്കുന്നുണ്ട്. മിഞ്ഞാന്ന് മോന്റെ കാല് വെച്ചെത്തി. ലോട്ടറി ഒറ്റ നമ്പറിനാ പോയത്, ഒറ്റ നമ്പറിനാ.
അതൊക്കെ അടിച്ചിണെങ്കിൽ നമ്മളിന്ന് ആരാ? ഇതൊക്കെ ആ എറണാകുളം ചെയ്യണതാ. ഓനൊരു പാഠം പഠിപ്പിച്ചോ. നിങ്ങളെ ഈ വെണ്ണീരായിട്ടാണ്ട് ആളെ പഠിപ്പിച്ചാൻ നോക്കണം കേട്ടോ. ഉറുപ്പ് 25,000 പോയത്. ആളാണ് തെളിച്ചു ഞങ്ങള്. ഇരിക്കി നിങ്ങൾ പരിഹാരം ഉണ്ടാക്കാൻ വെക്ക്. ഇരിക്കി നിങ്ങൾ നമ്മൾ ഇരുത്താൻ നോക്കണ്ട. പരിഹാരം ഉണ്ട് എല്ലാത്തിനും. ഇരിക്കി ഒരു കാരണന്മാരെ ഈ പൈതലിനെ അരിക്കാക്കാൻ ശ്രമിച്ച ആ മന്ത്രവാദിയെ എനിക്ക് തെളിയിച്ചു തരണേ. ആ 25,000 കിട്ടാനുള്ള പറഞ്ഞു ദിവസം അവർക്കാണ്ട് പോയി. ഞങ്ങൾ കായ് തരാൻ ഞങ്ങൾ ഇവിടെ പോകില്ല. ആയും കൊണ്ട് തരണം, അതും കിട്ടിട്ടാളൊന്നും കിട്ടിട്ടേ പോവുള്ളൂ. കിട്ടി, ആളെ കിട്ടി. ദക്ഷിണ വെച്ചോളും. ഇതും കൂടി എന്നെ പോയി കിട്ടുമോ? പടവെട്ടി ചോര കുതിർന്ന മണ്ണ്. ഇടത്ത് 100 നാഴിക ദൂരം അകലെ ഒരു നീച്ചാലി. കുറുവ സംഘത്തിൽപ്പെട്ട ആളാ. അഡ്രസ് തരാം. ദിനേശ ഒരു പേപ്പർ പെൻ എടുത്താ. അപ്പൊ കൊണ്ടുവരാ. ഹലോ, ഞാൻ കൊടുത്തോട്ടോ. ഇതാ ഒരു ഫോൺ. ഹലോ ഹലോ, ആ പറയൂ. ഞാനൊരാളങ്ങോട്ട് കുട്ടീന്. ആ, കുറച്ച് അലമ്പാണ് ആള്. പ്രശ്നമാവോ? ഏയ്, ഒന്ന് വരട്ടിയാൽ മതി. പ്രശ്നമൊന്നുമില്ല. ആ, ഇപ്പൊ നല്ലൊരു വീടെടുത്തീന്. അതിന്റെ കോളല് തെറ്റാന്ന് പറഞ്ഞിട്ട് അത് പൊളിപ്പിച്ചാളാ. കംപ്ലീറ്റ് ആയിട്ട് പൊളിപ്പിച്ചാളാ. ആ 2 പുതിയ കക്കൂസും കൂടി എടുത്തീനല്ലോ ആ പുറത്ത്, അത് മൊത്തത്തിലാണ് പൊളിപ്പിച്ചാളാ. ആയിക്കോട്ടെ. ആ, അത് കുറെ കഴിയുമ്പോ എന്റെ നേരെ തന്നെ തിരിയോ? ഏയ്, ഇവരൊക്കെ കുറച്ച് കഴിഞ്ഞാല് നമ്മളെപ്പോലത്തെ ആൾക്കാരെ തേടി പോകുന്നു. അല്ല ചങ്ങായി. ആ, എന്നാലേ ഞാൻ ഒരുങ്ങട്ടെ. ആ, ചിന്തിക്കാത്തവർക്ക് ആശ്വാസം കൊടുക്കാനല്ലേ നമ്മളെപ്പോലത്തെ ആൾക്കാർ ഇവിടെ.